ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തകരുകയാണോ? കാരണം കുറച്ച് വർഷങ്ങളായിട്ട് എൽഡിഎഫിൻ്റെ ഒപ്പമാണ് ഇപ്പോൾ ജോസ് കെ മാണി ഉള്ളത്. എന്നാൽ ജോസ് കെ മാണി ഇന്നലെ ചില മാധ്യമങ്ങളോട് റിസൾട്ട് വന്നതിന് ശേഷം പ്രതികരിച്ചപ്പോഴൊക്കെ എൽഡിഎഫിനും യുഡിഎഫിനും അഭിനന്ദിക്കുന്ന രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ജോസ് കെ മാണിയും കൂട്ടരും എൽഡിഎഫിൽ നിന്ന് വിടാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? തുഫൈൽ, അത് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ചർച്ച നമുക്ക് ആരംഭിക്കാം. അതായത് പിണറായി വിജയൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജി ഇപ്പോൾ പരാജയത്തിലേക്ക് പോവുകയാണ്. വി ഡി സതീശൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ വിജയിച്ച് കയറുന്നത്. അത് പിണറായി വിജയൻ്റെ ഒരു ഡബിൾ എൻജിൻ പരിപാടിയാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അതായിരുന്നില്ല. അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ഈ പറയുന്ന പോലെ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ, കോർപ്പറേഷൻ ഇലക്ഷനിൽ, പഞ്ചായത്ത്, ഈ പറയുന്ന തദ്ദേശ ഇലക്ഷൻ തന്നെ ആകെ മൊത്തം പറയുകയാണെങ്കിൽ ഇവരന്ന് അസോസിയേറ്റ് ആയിരുന്നു. ആര്? ഈ പറയുന്ന ജോസ് കെ മാണി. ഇന്ന് അവർ ഇവരുടെ കൂടെയാണ്, എൽ ഡി എഫിനൊപ്പമാണ്. എന്തുകൊണ്ട് ജോസ് കെ മാണി വീണ്ടും തോറ്റു എന്ന് ചോദിച്ചാൽ, ജോസ് കെ മാണിക്ക് നമ്മളിപ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവം തന്നെ എടുത്താൽ ആ വ്യക്തിക്ക് ഒരു ജനിതക ഗുണമുണ്ടാവും. ആ വ്യക്തി ചേരേണ്ട അടുത്തേ ചേരാവും. ചേരാൻ പാടില്ലാത്തടത്ത് ചേരാൻ പോയാൽ അവൻ ഇങ്ങനെ മുഴച്ചു നിൽക്കുമെന്ന് പറയും. ഏച്ച് കിട്ടിയാൽ മുഴച്ചു നിൽക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പോൾ ജോസ് കെ മാണിയെ ഏച്ച് കെട്ടിയതാണ് എൽ ഡി എഫിലേക്ക്. ആര്? ബഹുമാനപ്പെട്ട പിണറായി വിജയൻ. അതായത് ഇദ്ദേഹത്തിൻ്റെ ഇവർക്കുള്ള മധ്യ കേരളത്തിൽ കോൺഗ്രസിന്റെ അപ്രമാദത്തിനെ തകർക്കാൻ പിണറായി വിജയനോ സി പി എമ്മിനോ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ കോൺഗ്രസ് തിരികെ വന്നു. ജോസ് കെ മാണി തോറ്റിരിക്കുന്നു. പോയി. അപ്പോൾ ജോസ് കെ മാണി എന്ന നേതാവിനെ അന്ന് കൂടെ കൂട്ടി അന്ന് അവർക്ക് വിജയമുണ്ടായെങ്കിൽ ഇത്തവണ എൽ ഡി എഫ് അംഗമായപ്പോൾ പിണറായി വിജയൻ ഒരു തീരുമാനമെടുത്തു. അവിടുത്തെ പാർട്ടി അണികളോട് പറഞ്ഞ് ജോസ് കെ മാണിക്ക് കയറൂരി വിട്ടു കൊടുത്തിരിക്കുകയാണ്. ജോസ് കെ മാണിക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയെ നിർത്തട്ടെ, നീയൊക്കെ വെള്ളം കോരിയാൽ മതി, നീയൊക്കെ കൂടുതലൊന്നും ചെയ്യണ്ട. പാർട്ടിയിലെ താഴത്തെ ബ്രാഞ്ച് മുതൽ, ലോക്കൽ മുതൽ, ഏരിയ മുതൽ, ജില്ലാ ഘടകം വരെയുള്ളവരടുത്ത് പറഞ്ഞിരിക്കുക. അപ്പോൾ നോക്കുമ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടി നോക്കുമ്പോൾ നമ്മളാര്? ഇവന് വെറുതെ വെള്ളം കോര, ഇവനെ ജയിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം? അങ്ങനെ കോട്ടയത്ത് ജോസ് കെ മാണി, അയാളുടെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴേ, മാണി സാർ ജീവിച്ചിരിക്കുമ്പോഴേ ജോസ് കെ മാണിയോട് ആർക്കും വലിയ താല്പര്യമില്ല. ഒരു വലിയ അച്ഛൻ ആനപ്പുറത്തിരുന്ന് പറഞ്ഞ് മോൻ്റെ പ്രശ്നം കായ്ക്കണം. അപ്പോൾ അങ്ങനെ ജോസ് കെ മാണിയെ പാലയിൽ തന്നെ, മാണി സി കാപ്പൻ എന്ന് പറഞ്ഞ ഒരു സാധാരണ നേതാവ്, ഒരു ധനാഢ്യനായ ഒരു സിനിമാ നിർമ്മാതാവ്, വ്യക്തമായി രാഷ്ട്രീയമില്ലാത്ത ഒരാൾ ജയിക്കുക എന്ന് പറയുമ്പോൾ ജോസ് കെ മാണിയോട് അത്രയും വെറുപ്പാണ്. കാര്യം ഞാൻ കോട്ടയത്ത് ദീപിക എന്ന് പറയുന്ന ദിനപത്രത്തിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അന്ന് എൻ്റെ കോട്ടയത്ത് എൻ്റെ സുഹൃത്തുക്കൾ, ഈ നസ്രാണികളായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവർ നസ്രാണികളെന്നും പറയുന്നില്ല, കോട്ടയത്തുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവനെ ആർക്ക് വേണം ജോസ് കെ മാണിയെ, അവനെ ആർക്കും ഇഷ്ടമല്ല എന്ന് പച്ചയ്ക്ക് ഇവനെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ജോസ് കെ മാണിയെ കൂടെ കൂട്ടി പിണറായി വിജയൻ ഒരുപാടങ്ങ് കെട്ടിപ്പടുക്കാമെന്ന് അദ്ദേഹം കരുതി. അത് നടന്നില്ല ഇത്തവണ. അപ്പോൾ ജോസ് കെ മാണിയോടുള്ള വെറുപ്പാണ് കോൺഗ്രസിലേക്ക് അത് വന്നത്. നമ്മൾ കോട്ടയത്തെ രാഷ്ട്രീയം എടുക്കുമ്പോൾ കേരള കോൺഗ്രസ് ഒരു പരിധിവരെ കോൺഗ്രസിനേക്കാളും മിടുക്കുള്ളവരാണ് അവിടെ കോട്ടയത്തെ രാഷ്ട്രീയം. അപ്പോൾ ഏറ്റുമാനൂർ തന്നെ പിന്നെ സജി ചെറിയാൻ പറയത്തക്ക ഒരു ഇത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. വി എൻ വാസവൻ, സജി ചെറിയാന്റെ ചെങ്ങന്നൂരും ഏറ്റുമാനൂരും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലും എങ്ങനെയാണ് ഇപ്പം ബി ജെ പിക്കാണ് അതിഭയങ്കരമായി. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് സജി ചെറിയാൻ ജയിക്കുന്നത്, എന്തുകൊണ്ടാണ് വാസവൻ ജയിക്കുന്നത്, ആരുടെ വോട്ടിനാണ് ഏറ്റുമാനൂർ വാസവൻ ജയിക്കുന്നത്? ഈ പറയുന്ന ഈ ഇദ്ദേഹത്തിന്റെ മണ്ഡലം ഏതെന്നാ പറഞ്ഞ സജി ചെറിയാന്റെ ചെങ്ങന്നൂർ എങ്ങനെയാണ് ജയിക്കുന്നത്? അവിടെയെല്ലാം RSSന്റെ വോട്ട് കൊണ്ടാണ് ഈ രണ്ടുപേരും ജയിക്കുന്നത്. ഇപ്പോൾ വന്നപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിൽ എന്തായി? അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് അവിടെ അവർക്ക് വളക്കൂറുള്ള മണ്ണല്ല. ഒരു പരിധി വരെ ഒരു മുന്നണിയുടെ, ഇപ്പം ഏത് മുന്നണിയായാലും ആ മുന്നണിയുടെ ഭരണം കിട്ടുന്നതിന് കാരണമാണ് ഈ പറയുന്ന കോട്ടയത്തെ. ഇപ്പം കേരളത്തിലുടനീളം മുസ്ലിം ലീഗിന് പിന്നെ ഉറപ്പുള്ള സ്ഥലമാണ് എവിടെ? ഈ പറയുന്ന പോലെ മലപ്പുറം, കാസർഗോഡ്, കണ്ണൂരൊക്കെ ലീഗിന്, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് വരെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ സീറ്റ് അവർക്ക് ഉറപ്പാണ്. അപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി കോൺഗ്രസ് നോക്കുന്നത് എൽ ഡി എഫിൽ നിന്ന് ജോസ് കെ മാണിയെ അടർത്തിക്കൊണ്ട് വരിക എന്നുള്ള. ഒരു സമയത്ത് യു ഡി എഫിൽ നിന്ന് ആന്റണിയൊക്കെ കൂടെ തന്നെയാണ് അന്ന് ഈ ജോസ് കെ മാണിയെ അവിടെ നിന്ന് പുറത്താക്കിയത്. ഇപ്പൊ ജോസഫ് ഇവിടെ ഉണ്ടെങ്കിൽ ജോസഫിന് പഴയ ശക്തിയൊന്നുമില്ല. ജോസ് കെ മാണിയെ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ, കോൺഗ്രസ് വോട്ടോടുകൂടി ജോസ് കെ മാണിയുടെ ആരെങ്കിലുമൊക്കെ ജയിപ്പിക്കാൻ കഴിയുമെന്നൊരു, അവർക്ക് വേണ്ടി 100% ഡോർ തുറന്നിട്ടിരിക്കുകയാണ്, ചർച്ചകൾ ഞങ്ങൾ തയ്യാറാണെന്നാണ് സണ്ണി ജോസഫ് ഇന്ന് തന്നെ മാധ്യമങ്ങളിൽ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, സി പി എമ്മിൽ പിണറായി വിജയനുമായി വളരെ അടുപ്പമെന്നാണ് പറയുന്നത് ജോസ് കെ മാണി. പക്ഷേ പിണറായി വിജയനും ജോസ് കെ മാണിയിലുള്ള വിശ്വാസം പോവുകയാണ്. ഇനിയിപ്പോൾ സീറ്റ് പോയി കഴിഞ്ഞാൽ എങ്ങനെ കോട്ടയം പിടിക്കും, അല്ലെങ്കിൽ മധ്യ കേരളം എങ്ങനെ പിടിക്കും? കാര്യം ഒരു ഭരണത്തെ തീരുമാനിക്കുന്നത് കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം,
ഈ 4 തെക്കൻ ജില്ലകളിലാണ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നത്. വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യലപ്പുറത്തെ തേങ്ങയാണ്. കാര്യം വോട്ട് എന്ന് പറയുന്നത് ജനവിരുദ്ധ വികാരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ജനവിരുദ്ധ വികാരം ആ ടെമ്പോ അതേപോലെ ഈ കാണുന്ന ഈ ടെമ്പോ, ഈ വൈബ് അതേപോലെ UDF കൊണ്ടുപോയാലേ വരുന്ന ഇലക്ഷനിൽ ഇവർക്ക് ജയിക്കാൻ കഴിയും. കാര്യം UDF എന്തൊക്കെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്തൊക്കെയാണ് ഇനി അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ മന്ത്രിസഭ തന്നെ വികസിപ്പിച്ചളായി. ഇപ്പോൾ 2000 രൂപ വന്നിട്ട് നിങ്ങൾ വാങ്ങി കഴിച്ചിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് പച്ചയ്ക്ക് അത് അദ്ദേഹം അത് പറഞ്ഞത് തന്നെ പിണറായി വിജയൻ ഏറ്റവും വലിയ അടിയാണ്. അതേപോലെ ഇനി അദ്ദേഹം എന്തൊക്കെ ചെയ്യാൻ പോകുന്നു അതെല്ലാം വോട്ടിന് വേണ്ടിയാണെന്ന് ജനം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒരു കാര്യം കൂടെയുണ്ട്. ജോസ് കെ മാണി പിണറായി വിജയനോടൊപ്പം ഈ മുന്നണിയിലേക്ക് വന്നപ്പോൾ ചേരാൻ പാടില്ലാത്തതാണെന്ന് അച്ഛന്മാർ പറഞ്ഞു കഴിഞ്ഞു. ഈ അവരുടെ രൂപത പലരും പറഞ്ഞു കഴിഞ്ഞു. ജോസ്മോൻ ശ്രദ്ധിക്കണം, മാണി സാർ വിളിക്കുന്നത് ജോസ്മോൻ എന്നാണ്. ജോസ്മോൻ ശ്രദ്ധിക്കണം, ജോസ്മോൻ തിരിച്ച് വരണം UDF എന്ന് അച്ഛന്മാർ പറഞ്ഞു. അപ്പോൾ അവിടെ അച്ഛന്മാരുടെ പറച്ചിലിന് ഒരുപാട് അർത്ഥമുണ്ട്. പള്ളിയിൽ ഒരു ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് അച്ഛൻ പറയും പിരിഞ്ഞു പോകുന്ന മുമ്പ്, അതെ നിങ്ങളെല്ലാവരും ഇന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് അച്ഛൻ ഒരു വാക്ക് പറഞ്ഞാൽ SNDP പോലെ NSS പോലെ അല്ല, അവർ പള്ളി പറഞ്ഞാൽ അവർ കേൾക്കും. അപ്പോൾ അതേപോലെ ജോസ് കെ മാണി വരണമെന്ന് വികാരി നിരവധി അവരുടെ സമുദായത്തിലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി UDF പോകും എന്ന് നമുക്ക് കരുതാം. ജോസ് കെ മാണി LDF ഉണ്ടായിരുന്ന സമയത്ത് CPIക്ക് ശക്തി പോയോ കുറഞ്ഞോ, തങ്ങൾ രണ്ടാമനായ തങ്ങളെ ജോസ് കെ മാണി ഹൈജാക്ക് ചെയ്യുന്നോ എന്ന് ഒരു പരിധി വരെ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ കരുതിയിരുന്നു. നമ്മൾ ഒരു കാര്യം കൂടെ പറയാം. പിണറായി വിജയനെ സംബന്ധിച്ച് താൻ പറയുന്ന കൂത്തിനൊത്ത് തുള്ളാനായി കുറേ പേരാണ് ആ മുന്നണിയിൽ വേണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നത്. അതിലാകെ ഇപ്പോൾ ഭരണത്തിൻ്റെ അവസാന കാലത്ത് CPI മാത്രമേ ഉള്ളൂ അവർക്ക് എതിർക്കാനായിട്ടുള്ളൂ. ജോസ് കെ മാണി എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ തുള്ളലിനൊത്ത് തുള്ളി നടന്ന ഒരു സാധാരണ ഒരു ഒന്നുമല്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടി, വ്യക്തമായ നിലപാട് പോലും ഇല്ലാത്തൊരു പാർട്ടി. കാര്യം ഈ വന്യജീവി ആക്രമണം വിഷയമൊക്കെ ഉണ്ടായപ്പോൾ ഒരു നിയമസഭ സമ്മേളനം വിളിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അന്ന് CPM പറഞ്ഞ് ഞങ്ങൾക്കറിയാം പറയാം, നിങ്ങൾ ഇതിനകത്തൊന്നും പറയണ്ട എന്ന് ഈ പറയുന്ന ജോസ് കെ മാണിയുടെ അവരുടെ മുന്നണിക്കകത്തുള്ള ഒരു പാർട്ടിയെ പറഞ്ഞവരാ. അപ്പോൾ ഇതിൽ ജോസ് കെ മാണി പോകുന്നത് CPIക്ക് ഒരുപാട് ഇഷ്ടമുണ്ടാകും. പിന്നെ രണ്ടാമതൊരു കാര്യം കൂടെ ഈ നമ്മുടെ ചർച്ചയിൽ ഇല്ലാത്തൊരു കാര്യമാണ്, എങ്കിലും അത് പറയാതെ പോകാൻ കഴിയില്ല. CPIയുടെ നിരവധി കാൻഡിഡേറ്റ്സിനെ CPM കാലുവാരിയോ എന്നൊരു സംശയമുണ്ട്. കോട്ടയത്ത് മാത്രമല്ല സംസ്ഥാനത്തുടനീളം CPIക്ക് എത്ര സീറ്റ് കിട്ടി എന്നൊരു എണ്ണം അവർ പുനരചിന്തനം നടത്തണം. കാര്യം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPMനെ നഖശികാന്ത് എതിർത്ത CPIയെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അവരുടെ സീറ്റ് എണ്ണം പരിശോധിക്കേണ്ടി വരും. പരിശോധിച്ചാലേ അറിയാവൂ. കാര്യം വോട്ട് എത്ര കണ്ട് CPM ഇവർക്ക് വേണ്ടി മുന്നണിയിൽ CPIക്ക് വേണ്ടി ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ കണക്കെടുക്കേണ്ടതാണ്. കാര്യം CPIക്ക് ഇട്ട് പണി CPM കൊടുക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൽ പറയാനായിട്ടുള്ളത്. ജോസ് കെ മാണി മുന്നണി വിടും, അത് ഉറപ്പാണ്. ജോസ് കെ മാണി മുന്നണി വിടും. പിണറായി വിജയൻ കണ്ടുകൊണ്ട് നിൽക്കുക തന്നെയായിരിക്കും അദ്ദേഹം പോകുന്നത്. മാത്രമല്ല ജോസ് കെ മാണി മാത്രമല്ല, വേറെ ശ്രേയംസ് കുമാറും വിടാൻ സാധ്യതയുണ്ട്. ശ്രേയംസ് കുമാറിന് കൽപ്പറ്റയിൽ മത്സരിച്ചാൽ ജയിക്കും. കൽപ്പറ്റയില് സിദ്ദിഖിന് വേറൊരു സേഫ് സീറ്റ് കൊടുത്താൽ മതി. കാര്യം അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ശ്രേയംസ് കുമാറിന് ഒരു മന്ത്രിയാകണമെന്ന മോഹമുണ്ട്. ഇതുവരെ ആടി നിന്ന് RSPB ഒരിക്കലും UDF ഇനി പോകില്ല. അവർക്കൊരു സേഫ് സീറ്റ് കൊല്ലത്ത് കൊടുത്ത് ചവറയെ കൊടുത്താൽ ചിലപ്പോൾ അദ്ദേഹം ജയിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ജോസ് കെ മാണി എപ്പോൾ വേണമെങ്കിൽ രണ്ടുപേർക്കും ആശംസ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ ഒരു തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നേരിയ ഭയം. കാര്യം ജോസ് കെ മാണിക്ക് ഒരു മന്ത്രിയായി ഇരിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഇതിപ്പോൾ ഈ ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് ഒരു കാര്യം കൂടെ വ്യക്തമായിട്ട് പറയാം. നല്ല സംഭാവന കൊടുത്താണ് ജോസ് കെ മാണി LDFിൽ നിന്ന് പിണറായി വിജയനിൽ നിന്ന് ഒരു സീറ്റ് രാജ്യസഭയിലേക്ക് സമ്പാദിച്ചെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നല്ല രീതിയിൽ സംഭാവന പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രമുഖ കേരള കോൺഗ്രസ് നേതാവ് തന്നെ സാറും ഞാനും കൂടെ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ സാറിനോട്, നമ്മുടെ നന്ദകുമാർ സാറിനോട് ബഹുമാനപ്പെട്ട ഒരു വലിയ കേരള കോൺഗ്രസ് നേതാവ് പറഞ്ഞതിന് ഞാൻ സാക്ഷി കൂടെയാണ്. കാര്യം എത്ര കോടി രൂപയാണ് കൊടുത്തത് പാർട്ടിക്ക് ഡൊണേഷൻ കൊടുത്ത് ഈ സീറ്റ് ഒപ്പിച്ചെന്ന് കേരളത്തിന് വ്യക്തമായിട്ട് മുതിർന്ന രാഷ്ട്രീയക്കാർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് UDFിൽ നിന്ന് ആ കാശ് കൊടുത്ത് അദ്ദേഹം രാജ്യസഭയിൽ ഇരുന്നെങ്കിൽ അതിൻ്റെ ഗുണഗണങ്ങൾ അദ്ദേഹത്തിന് രാജ്യസഭ കഴിയാറായെന്നാണ് എനിക്ക് തോന്നുന്നത് കാലാവധി. അപ്പോൾ അദ്ദേഹം മാറാൻ തന്നെയാണ് സാധ്യത. മാറിയാൽ പൊളിറ്റിക്കലി അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ട് നേട്ടമുണ്ടാകും. കാര്യം അദ്ദേഹം ചിലപ്പോൾ തോറ്റു പോകുമായിരിക്കും, പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്ക് ജയിക്കാൻ സാധ്യത ഉണ്ട് എന്ന കാര്യം. ജോസഫിന് എതിർപ്പുണ്ടാവാൻ സാധ്യതയില്ല, പക്ഷെ ഇവർ ഒരുമിക്കത്തൊന്നുമില്ല. രണ്ടുപേരായിട്ട് തന്നെ അവരുടേതായ പോക്കറ്റുകളിൽ നിൽക്കുമെന്ന് തന്നെ കരുതാം. അപ്പോൾ UDFിലേക്ക് ജോസ് കെ മാണി നടന്നെടുക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം.